എല്ലാവർക്കും നമസ്കാരം. സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. KSEBയിൽ ഇലക്ട്രിസിറ്റി വർക്കർ അഥവാ മസ്ദൂർ തസ്തികയിലേക്ക് ഇനി നടക്കാൻ പോകുന്ന നിയമനവുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് വാർത്ത നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഷെയർ ചെയ്തിരുന്നു. എന്തായിരുന്നു ആ വാർത്ത? അതായത് ഇലക്ട്രിസിറ്റി വർക്കർ അഥവാ മസ്ദൂർ തസ്തികയിലേക്ക് ഇനി അപ്ലൈ ചെയ്യാൻ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ആരൊക്കെയാണ്, അവർക്ക് എന്തൊക്കെയാണ് ക്വാളിഫിക്കേഷൻ, അതായത് അടിസ്ഥാന യോഗ്യത അവർക്ക് എന്തൊക്കെ ഉണ്ടായിരിക്കണം. അതായത് അവർ 10ാം ക്ലാസ് പാസ്സായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അതിനോടൊപ്പം തന്നെ അവർക്ക് 2 വർഷത്തെ ഇലക്ട്രീഷ്യനോ വയർമാനോ ട്രേഡിലുള്ള ITI സർട്ടിഫിക്കറ്റ്, NTC സർട്ടിഫിക്കറ്റോ STC സർട്ടിഫിക്കറ്റോ ഉണ്ടായിരിക്കണമെന്നാണ് പുതിയ മാനദണ്ഡം. അങ്ങനെ ഒരു പുതിയ ഭേദഗതി വന്നു എന്നുള്ളത് KSEBയിൽ ബോർഡ് യോഗം കൂടി തീരുമാനിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യവും കൂടി പറഞ്ഞിരുന്നു. എന്തായിരുന്നു? ഇപ്പോൾ നിലവിലുള്ള വേക്കൻസീസ്, അതായത് ഇപ്പോൾ ഈ തസ്തികയിൽ നിലവിലുള്ള ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യാനും ബോർഡ് യോഗം തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വാർത്ത വന്നതിൽ പിന്നെ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, അപ്പോൾ ഇതിനെങ്ങനെ എപ്പോഴായിരിക്കും നോട്ടിഫിക്കേഷൻ വരിക, എന്താണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് എത്രയാണ്, അതായത് പ്രായപരിധി എന്താണ്, അതിനോടൊപ്പം തന്നെ ഇത് സ്റ്റേറ്റ് വൈഡ് ആയിട്ടാണോ നോട്ടിഫിക്കേഷൻ വരിക, ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടാണോ നോട്ടിഫിക്കേഷൻ വരിക, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. അപ്പോൾ എനിക്ക് കുട്ടികളോട് പറയാനുള്ളൊരു കാര്യം, നമുക്ക് നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ടോ എത്ര വേക്കൻസി ഉണ്ടാവുമെന്നോ, ഏജ് ലിമിറ്റ്, നോട്ടിഫിക്കേഷൻ എങ്ങനെയായിരിക്കും, സ്റ്റേറ്റ് വൈഡ് ആണോ ഡിസ്ട്രിക്ട് വൈസ് ആണോ എന്നുള്ളതിനെ കുറിച്ചൊന്നും തന്നെ നമുക്ക് ഇപ്പോൾ അറിവില്ല. അതെല്ലാം ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് നമുക്ക് കേരള PSCയിൽ നിന്നോ KSEBയിൽ നിന്നോ കിട്ടുമ്പോൾ മാത്രമേ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കുള്ളൂ. അതുവരെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. അതുവരെ നിങ്ങൾ കേൾക്കുന്ന ന്യൂസുകളെല്ലാം തന്നെ ഊഹാപോഹങ്ങളും ഈ പറയുന്ന പോലെ പ്രഡിക്ഷൻസും ഒക്കെയാണ് അല്ലേ. അപ്പോൾ അതിനൊന്നും അധികം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. പക്ഷെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തായാലും ഇങ്ങനൊരു ബോർഡ് യോഗം അല്ലെങ്കിൽ ഒരു ബോർഡ് തീരുമാനം വന്നതുകൊണ്ടും അതുപോലെ തന്നെ ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യാൻ യോഗത്തിൽ തീരുമാനമായതുകൊണ്ടും എന്തായാലും നമുക്ക് ഈ എക്സാമിന് വേണ്ടി എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങാം എന്നുള്ളൊരു സിഗ്നൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ കേരള PSC ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആ നോട്ടിഫിക്കേഷനും അതിൻ്റെ പരീക്ഷയുമായി ഒരുപാട് കാലയളവൊന്നും അല്ലെങ്കിൽ ഒരുപാട് കാലതാമസമൊന്നും ഉണ്ടാവാറില്ല. പെട്ടെന്ന് എക്സാംസ് നടക്കും. അപ്പോൾ നേരത്തെ കൂട്ടി പഠിച്ചു തുടങ്ങണമെന്നുള്ള ഉദ്യോഗാർത്ഥികൾ, അങ്ങനെ പ്ലാൻ ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഈ ജോലിയിൽ കയറണമെന്ന് ആഗ്രഹമുള്ളവർ, അതായത് ഇലക്ട്രീഷ്യനോ വയർമാനോ ട്രേഡ് കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനി കഴിഞ്ഞ തവണത്തെ ആ ന്യൂസ് ഞാൻ അതിലുള്ള പ്രധാന കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി ഒന്ന് കാണിക്കട്ടെ. KSEBയിൽ വർക്കർ അഥവാ മസ്ദൂർ തസ്തികയിലേക്ക് ഇനി നടക്കാൻ പോകുന്ന നിയമനത്തിൽ ഉള്ള പ്രധാന മാറ്റം എന്ന് പറയുന്നത് അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഉദ്യോഗാർത്ഥികളുടെ യോഗ്യതയിലുള്ള മാറ്റമാണ്. അപ്പോൾ യോഗ്യതയിൽ പുതിയ മാറ്റം. എന്താണ് മാറ്റം? പഴയ ക്വാളിഫിക്കേഷൻ എന്തു ആയിക്കോട്ടെ, അല്ലെങ്കിൽ പഴയ യോഗ്യത എന്തു ആയിക്കോട്ടെ, പുതിയ യോഗ്യത എന്ന് പറയുന്നത് നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതിനോടൊപ്പം തന്നെ 2 വർഷത്തെ ട്രേഡ് സർട്ടിഫിക്കറ്റ്, അതായത് ITI ഇലക്ട്രീഷ്യൻ ട്രേഡിലോ വയർമാൻ ട്രേഡിലോ ഉള്ള ITI സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിനോടൊപ്പം തന്നെ ശാരീരിക മാനദണ്ഡങ്ങളുണ്ട്, അതായത് ഫിസിക്കൽ റിക്വയർമെന്റ്സ് ഉണ്ട്. അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും 2 റിക്വയർമെന്റ്സ്, ശാരീരിക മാനദണ്ഡങ്ങൾ 2 ആണ്. അത് മാത്രമല്ല, ഈ നോട്ടിഫിക്കേഷൻ, ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷനിൽ സ്ത്രീകൾക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതാണ് 2ാമത്തെ പ്രധാന മാറ്റം എന്ന് പറയുന്നത്. ഇനി അപ്പോൾ ഒരു ITI സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഈ സർട്ടിഫിക്കറ്റ് 10ാം ക്ലാസ്സും ITI സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സുവർണ അവസരമെന്ന് നിസ്സംശയം പറയാം. കാരണം എന്താ, ITIക്കാരെ സംബന്ധിച്ചിടത്തോളം KSEB പോലുള്ള ഡിപ്പാർട്ട്മെന്റിലെ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് സ്വപ്ന തുല്യം തന്നെയാണ് അല്ലേ. അപ്പോൾ ഈ വാർത്ത വന്നതിന് ശേഷം ഒരുപാട് കുട്ടികൾ വിളിച്ച് ചോദിക്കുന്നുണ്ട്, ഇത് എങ്ങനെയാണ് പഠിക്കുക, ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ എപ്പോഴാണ് വരിക, ഇതിൻ്റെ ഏജ് ലിമിറ്റ് എങ്ങനെയായിരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റേറ്റ് വൈഡ് ആണോ ഡിസ്ട്രിക്ട് വൈസ് ആണോ നോട്ടിഫിക്കേഷൻ വരിക, ഈ കാര്യങ്ങളെല്ലാം, വേക്കൻസി, ഏജ് ലിമിറ്റ്, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ആധികാരികമായി പറയാൻ പറ്റണമെങ്കിൽ KSEBയിൽ നിന്നോ കേരള PSCയിൽ നിന്നോ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് പുറത്ത് വന്നാലേ പറ്റുള്ളൂ. അപ്പോൾ അത് നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്കത് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണ്, ഈ അവസരം മുന്നിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന് തയ്യാറെടുക്കുക എന്നുള്ളതാണ്. കാരണം ഇപ്പോഴത്തെ PSCയുടെ ഒരു പരീക്ഷ നടത്തുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്നാണ് എല്ലാ കാര്യങ്ങളും. കുട്ടികളെ എത്രയും പെട്ടെന്ന് ജോലിയിലേക്ക് എത്തിക്കാനായിട്ട് PSCയുടെ ഭാഗമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ വളരെ പെട്ടെന്ന് കൊണ്ടുവരുന്നുണ്ട്. അത് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ എക്സാം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ റിസൾട്ട് പെട്ടെന്ന് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോയിൻമെന്റ് പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അവസരം മുന്നിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങും. അപ്പോൾ പല കുട്ടികളും ചോദിക്കുന്ന ഒരു കാര്യം, ഇത് എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഇതിൻ്റെ കോഴ്സ് എങ്ങനെയാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ മസ്ദൂർ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി വർക്കർ മസ്ദൂറിന് വേണ്ടിയുള്ള സ്പെഷ്യൽ കോച്ചിങ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ പല കുട്ടികളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളൊരു കാര്യം, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിട്ട് മാത്രമായിരിക്കും ഇതിൻ്റെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. അതായത് മസ്ദൂർ
ഇലക്ട്രിസിറ്റി വർക്കർ ബാർ മസ്ദൂർ എന്ന് പറഞ്ഞ ബാച്ച് നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നിട്ട് മാത്രമേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ. പക്ഷേ നേരത്തെ കൂട്ടി വരാൻ പോകുന്ന ഈ ഒരു എക്സാം മാത്രമല്ല, ITI ലെവൽ അല്ലെങ്കിൽ ITI യോഗ്യതയുള്ള ഒരുപാട് എക്സാംസ് ഇനി വരാനുണ്ട്. അപ്പോൾ ITI യോഗ്യതയുള്ള ഈ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് നേരത്തെ കൂട്ടി വരാൻ പോകുന്ന എക്സാംസിന് വേണ്ടി പഠിക്കാനായി നമ്മളൊരു 365 ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ITI ഇലക്ട്രിക്കൽ 365 ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ കേരള PSCയുടെ ITI ലെവൽ എക്സാംസിൻ്റെ സിലബസ് എല്ലാം കവർ ചെയ്തുകൊണ്ടാണ് ഈ കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നേരത്തെ ഈ എക്സാംസിന് വേണ്ടി തയ്യാറെടുക്കണം എന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിൽ നമ്മൾ വ്യക്തമായിട്ടുള്ള ക്ലാസ്സുകൾ, സിലബസ് ഫുള്ള് കവർ ചെയ്തുകൊണ്ടുള്ള വീഡിയോ ക്ലാസ്സുകൾ, പരീക്ഷകൾ, അതായത് നമ്മളുടെ കേരള PSCയിൽ നടക്കുന്ന പരീക്ഷകളെ പോലെ തന്നെയുള്ള മോക്ക് ടെസ്റ്റുകൾ, പ്രാക്ടീസ് ടെസ്റ്റുകൾ, സബ്ജക്ട് ടെസ്റ്റുകൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കംപ്ലീറ്റ് ബാച്ചാണ് ITI 365 ഇലക്ട്രിക്കൽ ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഓഫീസുമായി ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വരാൻ പോകുന്ന അവസരത്തിന് നിങ്ങൾ ചെറുതായിട്ട് കാണരുത്. കാരണം ഇത് ഇലക്ട്രിസിറ്റി വർക്കർ, ഇത് ITI യോഗ്യതയുള്ളവർക്ക്, അതായത് ITI ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ്. അതുകൊണ്ട് തന്നെ ഈ യോഗ്യത മീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇതിനു വേണ്ടി ഏറ്റവും നല്ല രീതിയിൽ കോംപ്രിഹെൻസീവായിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റ്സും നമ്മുടെ യൂട്യൂബ് ചാനലിൽ അതാത് വരുന്ന മുറയ്ക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലാണെങ്കിലും നമ്മുടെ പഠിക്കാൻ സഹായിക്കുന്ന ടെലഗ്രാം ഗ്രൂപ്പുകളും ടെലഗ്രാം ചാനലും ഉണ്ട്. അതെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്കുകൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത അപ്ഡേറ്റ് വീഡിയോയുമായി കാണാം. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്.